അല്ല, പിശാചിനേക്കാൾ നികൃഷ്ടൻ മനുഷ്യൻ തന്നെ. പിശാചുക്കളിൽ നിന്ന് ഏറ്റവും വൃത്തികെട്ട മൂദേവി അള്ളാഹുവിനോട് നേരിട്ട് തർക്കുത്തരം പറഞ്ഞിട്ടുള്ള ഇബ്ലീസാണല്ലോ, പിശാചിന്റെ വാപ്പ, ജിന്നിന്റെ വാപ്പ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ എന്നും ഖിയാമത്ത് നാൾ വരെ നിന്റെ മേൽ ശാപമുണ്ടെന്നും നീ ഇവിടെ നിന്നും ആട്ടപ്പെട്ടവനാണെന്നും അള്ളാഹു നേരിട്ട് പറഞ്ഞവൻ ഇബ്ലീസ്. ഈ ഇബ്ലീസിനേക്കാൾ നീചനാണ് മനുഷ്യൻ. വൃത്തികെട്ടാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഇബ്ലീസിനേക്കാൾ ക്രൂരനാണ്. ഇബ്ലീസിന്റെ മക്കളേക്കാൾ നീചരാണ്. ഇബ്ലീസിന്റെ മക്കളേക്കാൾ നികൃഷ്ടരാണ്. എന്തുകൊണ്ട്? ഇബ്ലീസിന്റെ മക്കളോ വാദിക്കാത്ത ഉന്നത തലങ്ങളിലേക്ക്, കുഫറിന്റെ മേൽത്തലങ്ങളിലേക്ക് മനുഷ്യന്റെ വാദമെത്തും. കേട്ടില്ലേ നിങ്ങൾ? അന റബ്ബുക്കുമുൽ അഅ്ലാ. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന്. ആരോടെങ്കിലും ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഇബ്ലീസിനെയും മക്കളെയും വഴിപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഭൂരിപക്ഷം മനുഷ്യരുണ്ട്. എങ്കിൽ പോലും ഈ മനുഷ്യരൊക്കെ എൻ്റെ അടിമകളാണ്, ഞാൻ അവരുടെ റബ്ബാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല, അവകാശപ്പെട്ടിട്ടില്ല. ഇൽമ് ഏറ്റവും അധികമുള്ള ആളാണ് ഇബ്ലീസ്. ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. സാധാരണ പ്രസിദ്ധമായ കവിതയാണ്. ഇൽമിനു മാത്രം വല്ല സ്ഥാനവും ഉണ്ടായിരുന്നെങ്കിൽ, തഖ്വയില്ലാതെ അമലില്ലാതെ അറിവിനു മാത്രം വല്ല സ്ഥാനവും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അല്ലാഹുവിന് ശറഫുള്ളയാൾ ഇബ്ലീസാകുമായിരുന്നു. കാരണം അല്ലാഹുവിന്റെ പടപ്പുകളിൽ ജിന്ന് ഇൻസുകളെ വെച്ചാൽ ഏറ്റവും വിവരമുള്ളയാൾ, അറിവുള്ളയാൾ ഇബ്ലീസാണ്. എന്നിട്ടും ഈ അറിവ് വെച്ചിട്ട്, ഈ അറിവ് കൊണ്ട് അഹങ്കരിച്ചിട്ടില്ല ഇബ്ലീസ്. മനുഷ്യൻ കണ്ടോ, വലിയ ധനം കിട്ടിയപ്പോൾ, ഖജാനകൾ കിട്ടിയപ്പോൾ, സ്വർണ്ണ കൂമ്പാരങ്ങൾ കിട്ടിയപ്പോൾ ഖാറൂൻ മുതലാളി പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. ഇതൊക്കെ എൻ്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്, ഇതൊക്കെ എൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്. മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ മൂസാ നബിയുടെ ബനൂ ഇസ്രായേലിലെ ഏറ്റവും വേദവിവരമുള്ള, ദീൻ വിവരമുള്ള പണ്ഡിതനായിരുന്നു ജൂതന്മാരിൽ ഖാറൂൻ. അതുകൊണ്ട് അയാൾക്ക് കിട്ടിയ മുതലുകളുടെ സക്കാത്തും മറ്റും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, എനിക്ക് വിജ്ഞാനമുള്ളത് കൊണ്ടും അറിവുള്ളതും കിട്ടിയതാണിത് എന്ന്. അയാളെക്കാൾ അറിവുണ്ട് മൂസാ നബിക്കെന്ന് അയാൾക്ക് എന്നറിയാം. അയാളെക്കാൾ അറിവുണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെന്ന് ഖാറൂനിനറിയാം. കാരണം വഹയിറങ്ങുന്ന ഈ നബിമാരിൽ നിന്ന് കിട്ടിയ വിവരം കൊണ്ടാണ് ഖാറൂൻ വിജ്ഞനായത്, ഖാറൂൻ വിവരസ്ഥനായത്. എന്നിട്ട് മൂസാ നബിക്ക് കിട്ടാത്ത, ഹാറൂൻ നബിക്ക് കിട്ടാത്ത ദുന്യാവും ദുന്യാവിന്റെ ഖജാനകളും ഒരു വലിയ സംഘം 10-40 ആളുകൾക്ക് അയാളുടെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ വരെയുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞ മുതലാളിയല്ലേ. ആ മുതൽ മുഴുവൻ കിട്ടിയത് ഇൽമു കൊണ്ടാണെന്ന് അയാൾ പറയുന്നത് പൊട്ടത്തരമാണ്. അവിടം കൊണ്ട് തന്നെ പൊളിയത്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് നബിമാരായ ഹാറൂൻ നബിക്കോ മൂസാ നബിക്കോ ഇങ്ങനെ ധനമില്ലല്ലോ. ഇൽമു കൊണ്ട് ധനം കിട്ടുമെങ്കിൽ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും കിട്ടണ്ടേ? ആ പൊട്ടത്തരമാണ് താൻ പറയുന്നതെന്ന് തിരിഞ്ഞു നോക്കിയാൽ അയാൾക്ക് തന്നെ ബോധ്യപ്പെടുമായിരുന്നിട്ടും ഇൽമിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. മനുഷ്യൻ ദുഷിച്ചാലാകുന്ന കോലമാണിത്. ഖാല ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും എന്ന് പറഞ്ഞു നുംറൂദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. എങ്ങനെയാണ് ജീവിപ്പിച്ചത്? അയാൾ തന്നെ ജയിലിലിട്ട, കൊലശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട 2 ജയിൽ പുള്ളികളിൽ നിന്ന് ഒരാളെ മാപ്പ് ചെയ്തുകൊണ്ട് വിട്ടിട്ട് പറഞ്ഞു അയാളെ ഞാനിതാ ജീവിപ്പിച്ചു, മരിക്കേണ്ടയാളാണ്. മറ്റേയാളെ ഞാനിതാ കൊല്ലാൻ വേണ്ടി ഓർഡറാക്കി കൊല്ലുന്നു, അപ്പൊ തന്നെ കൊന്നു. ഒരാളെ ജീവിപ്പിക്കുകയും ഒരാളെ മരിപ്പിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു അന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്ന റബ്ബാണ്, മരിപ്പിക്കുന്ന റബ്ബാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചടിച്ചത് ഈ പൊട്ടനോട് ഇനി അതിന് തട്ടുത്തരം പറഞ്ഞിട്ട് ഫലമില്ല, ഇയാൾക്കൊന്നും അറിയില്ല. ഹയാത്താക്കൽ എന്താണ്, ഹയാത്ത് എന്താണ്, മൗത്താക്കൽ എന്താണ്, മൗത്ത് എന്താണ് എന്ന് തിരിയാത്ത ഈ മണ്ടനോട് ഇനി മറ്റൊന്നിലേക്ക് കടക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു സൂര്യനെ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്നാണ്. നീ അല്ലാഹുവിനെതിരായിട്ടുള്ള ഒരു റബ്ബാണെങ്കിൽ, നീയും ഒരു റബ്ബാണെങ്കിൽ പടിഞ്ഞാട്ട് നിന്ന് ഈ സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ. അപ്പോൾ ഈ കാഫിറായ നുംറൂദ് ഉത്തരം മുട്ടുകയും വാപൊളിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പതിയോയിക പോലെ ഇബ്ലീസ് ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല.
ഇബ്ലീസ് പിഴപ്പിച്ചപ്പോൾ പോലും പറഞ്ഞതെന്താ? റബ്ബി ബിമാ അവൈതനി, റബ്ബി ബിമാ അവൈതനി ലൗ സയ്യനന്ന ലഹും ഫിൽ അർളി വലൗബിയന്നഹും അജ്മഈൻ. ഞാൻ റബ്ബല്ല, ഞാൻ ഇലാഹല്ല, അല്ലാഹു എൻ്റെ റബ്ബാണ് എന്ന ആ വിശ്വാസത്തിൽ നിന്ന് ഇബ്ലീസ് മാറിയിട്ടില്ല. അതുവരെ വിശ്വസിച്ച ഒന്നിലും ഇബ്ലീസ് മാറിയിട്ടില്ല. മനുഷ്യന് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിച്ചത് ധിക്കാരമായി പോയി, അതൊരു വിവരക്കേടായി എന്ന് അള്ളാഹുവിന്റെ പേരിൽ ആരോപിച്ചതാണ് വാസ്തവത്തിൽ ഇബ്ലീസിന്റെ കുഫർ. ഞാൻ റബ്ബാണെന്നു മാത്രമല്ല അള്ളാഹുവിന്റെ മഖ്ലൂക്കും അബ്ദുമാണ് ഞാൻ എന്നതുപോലും ഇബ്ലീസ് നിഷേധിച്ചിട്ടില്ല. ശപഥം ചെയ്ത് പറയുമ്പോഴും പറയുന്നത് റബ്ബി, എൻ്റെ റബ്ബേ, ബിമാ അഗ്വൈതനി, ഏതായാലും നീ എന്നെ പഴപ്പിച്ചല്ലോ, അതുകൊണ്ട് ലൗ സയ്യനന്ന ലഹും, മനുഷ്യർക്ക് വേണ്ടി ഈ ദുന്യാവിനെ ഞാൻ അലങ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ട് വലൗബിയന്നഹും അജ്മഈൻ, അവരെ മൊത്തം ഒരാൾ ഒഴിവാക്കാതെ പഴപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ആവുന്നിടത്തോളം നോക്കിക്കോടോ. പക്ഷെ എൻ്റെ അടിയങ്ങളെ പിഴപ്പിക്കാൻ ഒരു അധികാരമോ അവകാശമോ അവരെ പിഴപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശത്തിൻ്റെയോ അവരെ പിടിക്കാനുള്ള തരത്തിലുള്ള കരുത്തോ നിനക്ക് നൽകുകയില്ല. അള്ളാഹു തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഇബ്ലീസിന് റബ്ബ് അള്ളാഹുവാൻ. എൻ്റെ റബ്ബ് എന്ന് ചോദിച്ചിട്ട് ഇബ്ലീസ് അതുവരെ ചോദിച്ച അവകാശവാദങ്ങളും അതുവരെ ചോദിച്ച കാര്യങ്ങളും ഒക്കെ ചോദിച്ചത് ആയുസ് തരണം, ആയുസ് തരാ ഖിയാമത്ത് നാൾ വരെ, പക്ഷേ നിശ്ചിത സമയം വരെ അവധി നീട്ടിത്തരാം. ഖിയാമത്ത് നാൾ വരെ ചോദിച്ചപ്പോൾ നിശ്ചിത സമയം വരെ തരാം. ഇതൊക്കെ റബ്ബി റബ്ബി എന്ന് ചോദിച്ചാ ഞാൻ റബ്ബാണെന്ന് വാദിച്ചില്ല. മനുഷ്യൻ വാദിച്ചതുപോലെ ഇബ്ലീസിന്റെ മക്കളിൽ ജിന്നുകളിൽപ്പെട്ട ഒരാളും റബ്ബാണെന്ന് വാദിച്ചിട്ടില്ല. മനുഷ്യരിൽപ്പെട്ട കുറെ പൊട്ടന്മാർ വെറുതെ അവർ റബ്ബാണ് എന്ന് മനസ്സിലാക്കി. റബ്ബാണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് കഴിയാവുന്ന കാര്യങ്ങളിൽ സഹായം തേടിയതും കഴിയാവുന്ന കാര്യങ്ങളിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞതും തന്നെ ശരിയല്ലെന്നാ ഖുർആൻ പറഞ്ഞത്. അതുതന്നെ ജിന്നുകളിൽ ഒരു കൂട്ടം ആളുകൾക്ക് അഹങ്കാരമുണ്ടാക്കിയെന്ന്. വഅന്നഹു കാന യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളോട് മനുഷ്യന്മാർ എവിടെയെങ്കിലും വല്ല മരുഭൂമിയിലും ചെന്ന് ഒട്ടകത്തിന് വഴിപിഴച്ചാൽ വഴിതിരിയാതെ ഉഴന്നാൽ ഈ പ്രദേശത്തിന്റെ അധിപനായ ജിന്നിനോട് ഞാനിതാ കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ജാഹിലിയ്യത്തിൽ മനുഷ്യന്മാർ നടത്തിയിരുന്നു. ഇസ്ലാം വരുന്നതിന് മുൻപ് ജാഹിലിയ്യത്തിലെ അറബികൾ മരുഭൂമി യാത്രക്കാരാണ്. അടയാളമില്ലാത്ത റോഡാ മരുഭൂമി, ലോകം മുഴുക്ക റോഡ്. നമ്മളെ റോട്ടിൽ തന്നെ ഒരു ജംഗ്ഷനിൽ പോയിട്ട് വഴിതിരിയില്ലെങ്കിൽ കുഴങ്ങിയില്ലേ, കോയമ്പത്തൂർ പോകുന്നോ എവിടെത്തും? വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുന്നവൻ റോഡ് തിരിഞ്ഞില്ലെങ്കിൽ എവിടെ എത്തും? ചൂണ്ടി തിരിഞ്ഞില്ലെങ്കിൽ. മരുഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മരുഭൂമി തുടങ്ങിയിടത്തന്നെ എത്തും. പിടിച്ചേടത്തിൽ നിന്ന് വഴിതിരിയാതെ പോയാ ശരിക്കും തുടങ്ങിയിടത്തെത്തും. ഒട്ടകങ്ങൾക്കാണ് അല്ലാഹു തആല വഴിതിരിയാനുള്ള അടയാളങ്ങളും ഭൂമിയുടെ അകത്തിരുന്നുള്ള സിഗ്നലുകളും ഒക്കെ നൽകുന്നത്. ഈ തരത്തിലുള്ള ഒട്ടകങ്ങളും വിശന്നു, ഒട്ടകങ്ങളും കുടുങ്ങി, മനുഷ്യനും വഴന്നു, വഴിതെറ്റി ബുദ്ധിമുട്ടിയാൽ കുടിക്കാൻ വെള്ളം കിട്ടൂല, തിന്നാൻ വസ്തു കിട്ടൂല, പച്ചില പോലും പറിക്കാൻ കിട്ടൂലല്ലോ മരുഭൂമിയിൽ. അങ്ങനെ വഴലുന്ന നേരത്ത് ഇനി എന്തു രക്ഷ എന്ന് പറയുമ്പോ അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ യജമാനനായ ജിന്നിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് അറബികൾ പരമ്പരാഗതമായി യാത്രയിൽ വഴിതെറ്റുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥന മൂലം അല്ലാഹു പറഞ്ഞു ഫസാദൂഹും റഹഖാ, ഇങ്ങനെ ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ട മനുഷ്യന്മാരാണ് വാസ്തവത്തിൽ ആ ജിന്നുകൾക്ക് അഹങ്കാരമുണ്ടാക്കിയത്, ധാർഷ്ട്യമുണ്ടാക്കിയത്, ധിക്കാരമുണ്ടാക്കിയത്. അങ്ങനെയാണ് അവർ മനുഷ്യനെ കീഴടക്കാൻ നോക്കിയത്, വഴിയാത്രക്കാരെ പിടിക്കാൻ നോക്കിയത്, പൊട്ടിച്ചൂട്ട് ബാധിച്ചത്, പിശാചുബാധകൾ മനുഷ്യനിൽ ഏൽക്കാൻ തുടങ്ങിയത്. നമ്മളോട് കാവൽ തേടുന്ന ദുർബലനാണ് മനുഷ്യൻ എന്നോർത്തപ്പോൾ ജിന്നിന് മേക്കെട്ട് കയറാനായി. ജിന്ന് മനുഷ്യനെ പിടിച്ചു, മനുഷ്യന്റെ ദൗർബല്യാവസ്ഥ മുതലെടുത്തു. ഇതുകൊണ്ട് ജിന്നിനോട് പോലും വന്ന് തേടിയിരുന്നത് അബദ്ധമായി എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. നോക്കി നിങ്ങൾ, അതാണ് ജിന്ന്. ആ ജിന്നുകൾ മനുഷ്യനേക്കാൾ താണവരാണെന്ന് വിചാരിച്ചിരുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെ സഹായം പിടിച്ചപ്പോഴാണ് അവർക്ക് ഞങ്ങൾ കേമന്മാരാണെന്ന് തോന്നിയത്. അല്ലെങ്കിൽ അവർക്ക് വിനയമാണ്. കിബിറും ഇസ്തിക്ബാറും കുഫറും ആദ്യമായി ലോകത്ത് ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഇബ്ലീസിൻ്റെതാണെങ്കിൽ ആ ഇബ്ലീസിന്റെ കുഫർ പോലും ഞാൻ റബ്ബാണെന്ന് വാദിച്ചുകൊണ്ടല്ല, ഞാൻ ഇലാഹാണെന്ന് വാദിച്ചുകൊണ്ടല്ല, മനുഷ്യനായപ്പോഴോ ഞാൻ റബ്ബാണെന്ന് മാത്രമല്ല വലിയ റബ്ബാണെന്ന് വാദിക്കുന്നിടം വരെ അഹങ്കരിച്ചു. എനിക്ക് കിട്ടിയ മുതലുകളൊക്കെ എൻ്റെ ഇൽമു കൊണ്ടാണെന്ന് പെരും പറയടിച്ചു.
ഞാനും അള്ളാഹുവിനെ പോലെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു. ഇതാ പറഞ്ഞത്, മനുഷ്യൻ ദുഷിച്ചാൽ ഇബ്ലീസിനേക്കാൾ ദുഷിക്കും, ജിന്നുകളെക്കാൾ ദുഷിക്കും, പിശാചുക്കളെക്കാൾ ദുഷിക്കും.